നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഭഗവാൻ തന്നെ മനസ്സിലാകുമോ എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓർമ്മിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിറകൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇടിയും മിന്നലും നല്ല പേരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ കുട്ടികൾക്കൊന്നും കണ്ണൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പേടിച്ച് വരച്ചിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്നതായിട്ട് ഓർമ്മയില്ലേ എന്ന് ചോദിക്കണത്. അപ്പോൾ ആ സമയത്താണ് രാമേട്ടൻ ഇവിടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. രാമേട്ടൻ പറയണത് അതെ, ഗുരുവിനോടുള്ള സ്നേഹം ഇപ്പം അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അതെന്താന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ സ്നേഹമുള്ളവര് ഈ വിറക് നനയ്ക്കില്ല എന്ന് രാമേട്ടൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ ഈ വിറകിന്റെ മുകളിൽ ഇങ്ങനെ കമിഴ്ന്ന് കെടുക്കുകയെന്ന് നനയാതിരിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെയും കൂടെ അനുസ്മരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭഗവാൻ ഈ രാമേട്ടൻ പറഞ്ഞു കേട്ടിട്ട് പറയുന്നുണ്ട്, രാമേട്ടൻ അങ്ങനെയൊക്കെ പറയാം, ഒരു ഭണത്തിന്റെ മുകളിൽ കടുകുമണി പോലെ ഭൂമിയെ കൊണ്ട് നടന്നിട്ടുള്ള ആളാണ്, അതങ്ങനെയൊക്കെ പറയാം, നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് കുചേലൻ പറഞ്ഞത്, സാരില്ല ഞാൻ ചുമന്നോളാം വിറക് എന്ന് പറയണം. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വിറക് ചുമന്ന് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന്